ഞാൻ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ കണ്ടു, ഡയറക്ടഡ് ബൈ നിസാം ബഷീർ. ബട്ട് ഐ എം നോട്ട് ഹിയർ ടു സേ റിവ്യൂ അബൌട്ട് ദാറ്റ് മൂവി. ഞാൻ അതിൽ ഒരുപാട് റിവ്യൂസ് കണ്ടു, പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, ആവറേജ്, അങ്ങനെ പല അഭിപ്രായമുണ്ട്. പേഴ്സണലി എനിക്ക് പടം വളരെയധികം വർക്കായി. ഇറ്റ് വാസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. പക്ഷെ റിവ്യൂസിൽ ഞാൻ ഒരു മെജോറിറ്റി ആയിട്ട് കണ്ട ഒരു റിവ്യൂ ആണ്, ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് അത്യുഗ്രനായിരുന്നു, ഗംഭീരായിരുന്നു, സെക്കൻഡ് ഹാഫ് വാസ് നോട്ട് ഗുഡ്, തല്ലിപ്പൊളി സെക്കൻഡ് ഹാഫ്, ഇത്തരത്തിലുള്ള കമന്റ്. സോ I want to make an opinion on those reviews. I agree with the fact that different people may have different opinion on same piece of work. അത് അവർ കൺസീവ് ചെയ്യുന്ന രീതിയാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അതിലൊന്നും ഒരു പ്രശ്നമല്ല. ബട്ട് മൈ പ്രോബ്ലം ഈസ് റിവ്യൂവിംഗ് എ മൂവി ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പ്രോസസ് ഓഫ് മൂവി. അതൊരു ആർട്ടുമായി ബന്ധമേ ഇല്ലാത്തൊരു വസ്തുതയാണ് ഈ പറയുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓൾവേസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. പണ്ടത്തെ കാലത്ത് ഫിലിം റോൾസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. സോ തിയേറ്റർ വർക്കേഴ്സ് നീഡഡ് സം ടൈം ടു ചേഞ്ച് ഫ്രം വൺ റോൾ ടു അനദർ റോൾ. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഈ ഒരു റോൾ മാറ്റിയിടുന്നതിന് യൂസ് ചെയ്തു. അതേപോലെ തന്നെ ആൾക്കാർക്കും എയർ കണ്ടീഷൻഡ് ആയിരുന്ന ഹോളുകളോ ഒന്നും ആയിരുന്നില്ല. സോ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നല്ല നല്ല ഡിജിറ്റൽ ഫിലിംസ് വരാൻ തുടങ്ങി, പ്രൊജക്ടേഴ്സ് വരാൻ തുടങ്ങി, ആൻഡ് എയർ കണ്ടീഷൻഡ് ഹോൾസ് വരാൻ തുടങ്ങി. സോ പീപ്പിൾ ഡസ് നോട്ട് നീഡഡ് എ ബ്രേക്ക് ആക്ച്വലി. അത്രയ്ക്കും അതിന്റെ ഒരു ആവശ്യകത ഇല്ലായിരുന്നു. ഓൾസോ മോസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് മേക്ക് ദർ മൂവീസ് വിത്തൗട്ട് ഇന്റർവെൽസ്, ബിക്കോസ് അവർക്കറിയാം ഒരു സിനിമയെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എസൻസിൽ ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റ സ്ട്രെച്ചിൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കമ്മിങ് ബാക്ക് ടു തിയേറ്റേഴ്സ്, ഒരു ഹോളിവുഡ് ഡയറക്ടർ ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ ഉദ്ദേശിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയാളുടെ സിനിമ നമ്മുടെ ഇന്ത്യൻ തിയേറ്റേഴ്സ് വാങ്ങിയിട്ട് ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരു കട്ട് വയ്ക്കും, എന്നിട്ട് അവിടെ ഇന്റർവെൽ എഴുതി വയ്ക്കും. ഹാവ് യു എവർ തോട്ട് വാട്ട് കൈൻഡ് ഓഫ് ഇൻജസ്റ്റിസ് ദേ ആർ ഡൂയിങ് ടുവേർഡ്സ് ദി സിനിമ? ഈ ഇന്റർവെൽ ട്രഡീഷൻ തുടങ്ങി വെച്ച ഹോളിവുഡ് തന്നെ അതിന് അഡ്വാൻറ്റേജ് ചെയ്തിട്ടും നമ്മുടെ ഇന്ത്യൻ മൂവീസ് ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒബിയസ്ലി ഐ ക്യാൻ അഗ്രി, ഇന്ത്യൻ സിനിമാസ് ഓൾമോസ്റ്റ് 3 hours ലോങ് ആയിരുന്നു. സോ ബിക്കോസ് വി മിക്സ് ഓൾ ദോസ് സോങ്സ്, ഡാൻസ്, ആക്ഷൻസ് ടു മേക്ക് ഇറ്റ് കളർഫുൾ. ഈ ഇന്റർവെൽ സമയത്ത് വിറ്റഴിക്കപ്പെടുന്ന സ്നാക്സും പോപ്കോൺ ഒക്കെ തിയേറ്റേഴ്സിന്റെ വലിയൊരു ഷെയർ ഓഫ് റവന്യൂ ആയി തന്നെ മാറി. ഓഡിയൻസ് ആണെങ്കിൽ ഈ പറയുന്ന ഇന്റർവെല്ലിനോട് വളരെയധികം യൂസ്ഡ് ആയി. ഈവൻ ഫിലിം മേക്കേഴ്സ് ഇന്റർവെല്ലിന് വേണ്ടി സിനിമകൾ എഴുതാൻ തുടങ്ങി. Even when we discuss in our real tribe also, we have discussed about many films which were hit just because they have a good interval punch. അതുകൊണ്ട് തന്നെ പല പ്രൊഡ്യൂസേഴ്സും നല്ലൊരു ഇന്റർവെൽ ഇല്ലാത്തൊരു സിനിമ ഒരിക്കലും ബാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വെരി റയർ. സോ ദിസ് ഹോൾ ഇന്റർമിഷൻ തിങ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദിസ് സിസ്റ്റം ഓഫ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ സിനിമ. അതിന് മാറി വരാൻ ഒരുപാട് സമയവും എഫേർട്ടും ഒക്കെ എടുക്കും. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് ടു ദ റിവ്യൂവേഴ്സ്, ക്രിറ്റിക്സ് ആൻഡ് റിയൽ ഫിലിം ലവേഴ്സ്. മറ്റൊരു നാട്ടിൽ അന്നത്തെ കാലത്ത് വർക്കേഴ്സിന്റെയും ഓഡിയൻസിന്റെയും ഒക്കെ കൺവീനിയൻസിന് വേണ്ടി തുടങ്ങി വെച്ച ചെറിയൊരു സംവിധാനം അതായിരുന്നു ഇന്റർവെൽ. അതിപ്പോ മൊത്തം സിനിമാ വ്യവസായത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പുള്ളിംഗ് ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇഫ് യു ആർ നോട്ട് എ പേഴ്സൺ ഹു ഈസ് കൺസ്യൂമിങ് സിനിമ ജസ്റ്റ് ആസ് എൻ എന്റർടൈൻമെന്റ്, യു ഷുഡ് തിങ്ക് അബൌട്ട് ദിസ്. നിങ്ങൾക്കൊരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക ചെയ്യണമെങ്കിൽ അനലൈസ് ഫോർ ഇറ്റ്സ് ഡയറക്ഷൻ, എഡിറ്റിംഗ്, റൈറ്റിംഗ് ഓർ സിനിമാറ്റോഗ്രഫി, അല്ലെങ്കിൽ അതിന്റെ എസ്തെറ്റിക് സെൻസ്. അതിലപ്പുറം നിങ്ങളൊരു സിനിമയെ ഫസ്റ്റ് ഹാഫ് ആയിട്ടും സെക്കൻഡ് ഹാഫ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്നിട്ട് അനലൈസ് ചെയ്യുമ്പോൾ യു മൈറ്റ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്സ് റിയൽ ആർട്ട്. അതിന്റെ ഒറിജിനൽ എസൻസിനെ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ പോയേക്കാം. ആൻഡ് ഇഫ് യു തിങ്ക് ഐ എം റോങ്,